യെസ് എടാ, നമ്മുടെ എക്സാമിനില്ലേടാ നമുക്ക് 8 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണല്ലേ ഈ ലെറ്റർ, ഡയറി, വിജ്ഞാപൻ, പോസ്റ്റർ, ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അപ്പൊ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ നമുക്ക് ഈ 8 മാർക്ക് അതുപോലെ ഈ 6 മാർക്കൊക്കെ മുഴുവനായിട്ട് മേടിച്ചെടുക്കണമെങ്കിൽ ഇതിന്റെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഫോർമാറ്റ് പഠിച്ചിരിക്കണം. ഇപ്പോഴും എന്താണ് ഒരുപാട് പേർക്ക് ഈ ഫോർമാറ്റിന്റെ കാര്യത്തിൽ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാ എനിക്കിങ്ങനെ തുറതുറ മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു കുഞ്ഞു വീഡിയോയോട് കൂടി ആ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കാൻ പോവാണ്. യെസ്, അപ്പൊ നമ്മൾക്ക് പ്രധാനമായിട്ടും എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. അതായത് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരും, പക്ഷെ ഫോർമാറ്റ് ശരിയാക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇവയാണ് അല്ലെ. അപ്പൊ ഏതൊക്കെയാ നോക്കിക്കേടാ. യെസ്, ഫസ്റ്റ് ലെറ്റർ റൈറ്റിംഗ്, പത്രാണ്. എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്? 8 മാർക്കിന്. ദെൻ നെക്സ്റ്റ് ഡയറി ആണ് 8 മാർക്കിന്. ദെൻ അടുത്തത് ഏതാണ്? പോസ്റ്റർ ആണ് അല്ലെ. പോസ്റ്റർ എത്ര മാർക്കിനാണ്? 6 മാർക്കിന് 8 മാർക്കിന്. അതായത് ചില ടൈമിൽ 6 മാർക്കിന് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ അത് 8 മാർക്കിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാ? അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വിജ്ഞാപൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, 8 മാർക്ക്. ദെൻ അനുച്ഛേദ് 4 മാർക്ക്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവ ഉറപ്പായിട്ടും എക്സാമിന് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് ക്ലിയർ ആക്കി, അതായത് ഫോർമാറ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ, ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇത്ര കാര്യങ്ങൾ മാത്രമേ ലെറ്റർ റൈറ്റിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബോക്സ് നിർബന്ധമാണ്, ബോക്സ് വരയ്ക്കുക. ദെൻ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ എന്ത് എഴുതണം? സ്ഥാൻ താരീഖ് എഴുതി കൊടുക്കുക കേട്ടോ. സ്ഥാൻ താരീഖ് എഴുതി കൊടുക്കുക. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് പ്രിയമിത്ര, അതായത് സല്യൂട്ടേഷൻ. നമ്മുടെ ചോദ്യത്തിൽ ആർക്കാണോ ലെറ്റർ എഴുതേണ്ടത് അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ മിത്രന്റെ സ്ഥാനത്ത് അവരുടെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ പ്രിയമിത്ര എന്ന് എഴുതുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് ക്ലീഷേ സാധനം, സുഖാണോ? സുഖല്ലേ എന്നൊക്കെ ചോദിക്കാം. അത് എല്ലാ ലെറ്ററിലും നിർബന്ധമാണ് കേട്ടോ. അത് ഇതിപ്പോ എന്താന്ന് വിചാരിച്ചാൽ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ. തും കേസേ ഹോ? ഖുഷ് ഹേന? മേ യഹാ കുശൽ സേഹും. ഞാൻ ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏക് ബാത് ബതാനെ കെ ലിയേ മേ യേ പത്ര ലിഖ്താ ഹൂം. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നൊന്ന് പറയാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചുരുക്കി എഴുതാം. ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് എഴുതേണ്ട, വളരെ ചുരുക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതാം. ദെൻ എങ്ങനെ അവസാനിപ്പിക്കുക? വാപ്പസി പത്രയ്ക്ക് ഇന്റസാർ മേ, മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ലെറ്റർ അവസാനിപ്പിക്കാം. അതിനുശേഷം സസ്നേഹ, അതായത് വിത്ത് ലവ്. കുറച്ച് സെൻട്രൽ ആയിട്ട് നിങ്ങൾ എന്ത് എഴുതുക? സസ്നേഹ വിത്ത് ലവ് എന്ന് എഴുതുന്നു. ദെൻ നേരെ എന്ത് എഴുതണം? യെസ്, ഫ്രം അഡ്രസ് ഇട്ടോ. ആരാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ പേരും സൈനും ആണ് കേട്ടോ, സിഗ്നേച്ചറും ആണ് നിങ്ങൾ എവിടെ ഇടേണ്ടത്? റൈറ്റ് സൈഡിൽ ഇടേണ്ടത്. ദെൻ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ടു അഡ്രസ് ആണ് കേട്ടോ. ഇതുപോലെ ഒരു ചെറിയ ബോക്സ് വരയ്ക്കുക. സേവാമേ നാം പദ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ ലെറ്ററിന്റെ ഫോർമാറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? ഈ ഒരു ഫോർമാറ്റിനനുസരിച്ച് നിങ്ങളുടെ ചോദ്യത്തിന്റെ ആ ആൻസറും കൂടി ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് ഡയറി. വളരെ സിമ്പിൾ ആണ്. ഫോർമാറ്റിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാനില്ല. നിങ്ങൾ ലെറ്ററിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ബോക്സ് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ താരീഖ്, ഡേറ്റ് എന്ന് എഴുതി കൊടുക്കുക. നിങ്ങൾ ഡേറ്റ് എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ താരീഖ് എന്ന് മാത്രം എഴുതി വെക്കാം. അതിനുശേഷം ചോദ്യം വളരെ കൃത്യമായിട്ട് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂലെ, അതായത് സങ്കടമുള്ള കാര്യമാണോ സന്തോഷമുള്ള കാര്യമാണോ ഈ ഡയറിയിൽ ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സന്തോഷമോ സങ്കടമോ ആണെങ്കിൽ ഇതുപോലെ എഴുതും. നോക്കിക്കേ, ആജ് മേരെ ലിയേ ഖുഷി ഓർ ദുഃഖി ദിൻ താ. രണ്ടും ഒരുമിച്ച് എഴുതി വെക്കരുത്. സന്തോഷമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആജ് മേരെ ലിയേ ഖുഷി ദിൻ താ എന്ന് എഴുതാം. ഇനി സങ്കടമാണെങ്കിൽ ആജ് മേരെ ലിയേ ദുഃഖി ദിൻ താ എന്ന് എഴുതാം. ഓക്കെ, അതിനുശേഷം എന്താണ് ചോദ്യത്തിൽ പറഞ്ഞത്? വളരെ ചുരുക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നു. ദെൻ ആജ് കാ ദിൻ മേ കബി നഹി ഭൂലൂംഗ. സന്തോഷമാണെങ്കിൽ നമ്മൾ മറക്കൂല, സങ്കടമാണെങ്കിൽ നമ്മൾ മറക്കൂല. അതുകൊണ്ട് ഏത് ഡയറി ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡയലോഗ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, എന്നാൽ ലാസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ ഹസ്താക്ഷർ എന്ന് ഇട്ട് വെക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി? ഡയറിയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സെറ്റ് അല്ലേ? ക്ലിയർ ആയത്? ഇപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ ചോദ്യം വായിച്ചു നിങ്ങൾക്ക് അറിയുന്നതാണ് എങ്കിൽ നിങ്ങൾ എഴുതി തുടങ്ങി, പക്ഷേ ഈ രീതിയിൽ ബോക്സ് ഒന്നും വരച്ചിട്ടില്ല, ആ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത് അതിങ്ങനെ ഒരു പാരഗ്രാഫ് പോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ 8 മാർക്ക് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ തന്നെ എഴുതാം. ഓക്കെ, അതിനുശേഷം നോക്കടാ, എന്താണ്? പോസ്റ്റർ ആണ് അല്ലേ. അപ്പൊ നമുക്ക് 6 മാർക്കിനും അതുപോലെ 8 മാർക്കിനും പോസ്റ്റർ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്തവണ 6 മാർക്കിനാണോ 8 മാർക്കിനാണോ നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് രണ്ടും പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പോസ്റ്ററിൽ എഴുതേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക?
പ്രോഗ്രാം അല്ലെ, ഈ കാര്യക്രമം എന്ന് എഴുതി വെക്കല്ലേ വേണ്ടത്. ഈ സ്ഥാനത്ത് എന്ത് ചെയ്യണം, എന്താണ് പ്രോഗ്രാം, അത് നിങ്ങളുടെ ചോദ്യത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ടാവും. സംഗോഷ്ഠിയോ അല്ലെങ്കിൽ എന്താ ഈ നാടകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും. അപ്പൊ ആ പ്രോഗ്രാം എന്താ എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്തേണ്ടത്, ഈ കാര്യക്രമം എന്ന സ്ഥാനത്ത് വലുതാക്കി എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യുക, സബ്ജക്റ്റ് കേട്ടോ. ഇപ്പൊ ഇനിയിപ്പോ ഒരു സെമിനാർ ഒക്കെ നടക്കുകയാണെങ്കിൽ അതിനൊരു വിഷയം ഉണ്ടാവില്ലേ, നാടകമാണെങ്കിൽ നാടകത്തിനൊരു പേരുണ്ടാവില്ലേ. അപ്പൊ അതാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത്. ഇവിടെ ഈ വിഷയം എന്നൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, വിഷയന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ സബ്ജക്റ്റ് എന്ന് എഴുതാം. അതിനുശേഷം എന്താണ്, ഡേറ്റ് ആണ് ഇടേണ്ടത്. ഡേറ്റ് നിങ്ങളുടെ ചോദ്യത്തിൽ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതെടുത്ത് എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് എഴുതാം. അതിനുശേഷം നിങ്ങൾ എന്ത് എഴുതാ, ടൈം അല്ലെ. ടൈം നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതിയടാ, സുബഹ് 10 बजे. ഓക്കെ, എല്ലാത്തിലും അതങ്ങ് എഴുതി വെച്ചാൽ മതി. അതിനുശേഷം സ്ഥാനാണ് അല്ലെ. ഇനി സ്ഥലം എന്താണ് നിങ്ങളുടെ ചോദ്യത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ എന്താ നിങ്ങളെ സ്കൂൾ നടത്തുന്നതായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും പഞ്ചായത്ത് നടത്തുന്നതായിരിക്കും. അപ്പൊ അത് ഏതാണോ അത് എന്ത് ചെയ്യുക, ഈ രീതിയിൽ എഴുതണം. ഇനിയിപ്പോ സ്കൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റൂടാ, സ്കൂൾ സഭാ ഭവൻമേ എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനിയിപ്പോ അല്ലെങ്കിൽ എന്താ പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് സഭാ ഭവൻ എന്ന് എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യുക, സബ്കാ സ്വാഗത് എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പോസ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദ്യത്തിൽ ഉണ്ടാവും. ഇത് എന്ത് ചെയ്യുക, ഈ രീതിയിലേക്ക് ഒന്ന് മാറ്റി എഴുതുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. യെസ്, അടുത്ത എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അഡ്വർടൈസ്മെന്റ്, വിജ്ഞാപനം ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദ്യത്തിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെ, ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ടാവും. അതിനെക്കുറിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ശീർഷകം എന്നുള്ള സ്ഥലത്ത് എന്താണ് പ്രൊഡക്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ടാവും. ആ പ്രൊഡക്റ്റ് എന്താന്നുള്ളത് അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൈസ് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പിക്ചർ വരയ്ക്കാം. എന്തെങ്കിലും ഒരു ഡയലോഗ്, അതായത് വേഗം വാങ്ങൂ, അതായത് ആദ്യത്തെ നിങ്ങൾ തന്നെ സ്വന്തമാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം കേട്ടോ. അഡ്വർടൈസ്മെന്റിന് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നോക്കിക്കേ, ബാസാർ മേ സൂർദാസ് കി പദമാല കി CD നിക്കലി ഹെ അല്ലെ. എന്താണ്, സൂർദാസിന്റെ പദമാലയുടെ CD ഉണ്ട്. CD की बिक्री बढ़ाने के लिए एक विज्ञापन तैयार करें. അപ്പൊ ആ CD പെട്ടെന്ന് എന്ത് ചെയ്യണം, വിറ്റഴിച്ച് പോകണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ആഡ് ഉണ്ടാക്കണം. അപ്പൊ അതാ ഈ രീതിയിൽ അല്ലെ. ഇപ്പൊ എന്താണ് സംഭവം അല്ലെ, നമ്മൾ നേരത്തെ ശീർഷകം പറഞ്ഞു, പ്രൊഡക്റ്റ് എന്താണെടാ, യെസ്, ഈ ഒരു പദമാലയുടെ CD ആണ് അല്ലെ, പദമാല എഴുതുക. അതിനുശേഷം എന്താ നോക്കിക്കേ, സൂർദാസ് കെ 10 പദോं की CD. അപ്പൊ നിങ്ങൾക്ക് അത് എവിടെ തന്നിട്ടുണ്ടടാ, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതിനുശേഷം എന്താ ഇതുപോലെ ഒരു പിക്ചർ വരയ്ക്കുക. ദെൻ എന്താ, അബ് സിർഫ് കേവലം 100 വേണമെങ്കിൽ നിങ്ങൾ ഒരു 50 rupees ഒക്കെ ഇട്ടോ. ഓക്കെ, അതിനുശേഷം നോക്കിക്കേ, ഗരീദേം വാങ്ങൂ മൻകോ ഖുഷീസെ ഭരെ, മനസ്സ് സന്തോഷം കൊണ്ട് നിറയ്ക്കും. ഏത് പ്രൊഡക്റ്റ് ആയാലും നിങ്ങൾ ഈ രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. ഇത്രയും ചെറിയ കാര്യങ്ങൾ മാത്രം ഇതിൽ എഴുതാറുള്ളൂ. ഇത്രയും സിമ്പിൾ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ്, 8 മാർക്കാണ്. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കി കളയരുത്. ഓക്കെ, അടുത്തത് എന്താണ്, അനുച്ഛേദം. ഉറപ്പായിട്ടും നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ടാണ്. അതായത് ഇത് നമുക്ക് ഇങ്ങനെ ഒരു ബയോഡാറ്റ തരും. ആ ബയോഡാറ്റ നമ്മൾ കുഞ്ഞു പാരഗ്രാഫായിട്ട് മാറ്റി എഴുതാൻ വേണ്ടത്. അത് ഒരുപാട് എഴുതണോ, എത്ര പേജ് എഴുതണം, ഒരു പേജ് എഴുതണം, അപ്പുറം എഴുതണം, എപ്പോഴും എഴുതണോ, ഇതൊക്കെ വെച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ എഴുതണോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് അനുച്ഛേദം. നോക്കിക്കേ, അത് ഒരാളുടെ ബയോഡാറ്റ തന്നിട്ടുണ്ട് അല്ലെ, ആളുടെ പേര് തന്നിട്ടുണ്ടാവും, മൈഥിലി ശരൺ ഗുപ്ത. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ടാവും. ദെൻ വ്യവസായ, അതായത് മേഖലകൾ, ഏതൊക്കെ മേഖലകളിലാണ് അവർ പ്രശസ്തരായിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, കവി, രാജ്നേത, നാടകർ, അനുവാദക്, ഈ രീതിയിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. അടുത്തത് രചനായം, അദ്ദേഹത്തിന്റെ കൃതികളാണ് അല്ലെ. നോക്കിക്കേ, പഞ്ചവടി, സാക്കേത്, യശോധര ആദി. അടുത്തത് സമ്മാനം, അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ, പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നോക്കിക്കേ, ഹിന്ദുസ്ഥാനി അക്കാദമി പുരസ്കാർ, മംഗൾ പ്രസാദ് പുരസ്കാർ, പത്മഭൂഷൺ. ഇതിന്റെ അവസാനം എന്താണ്, മരണം തന്നിട്ടുണ്ടാവും. ഈ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബയോഡാറ്റ തരാം. അപ്പൊ അതെങ്ങനെ എഴുതുക, ഈ രീതിയിലേക്ക് മാറ്റി എഴുതിയാൽ മാത്രം മതി. നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുക. നോക്കിക്കേ, ഹിന്ദി സാഹിത്യ ജഗത് की सर्वश्रेष्ठ कवियों में प्रमुख है श्री मैथिली शरण गुप्त. അപ്പൊ ഈ ഡയലോഗ് അങ്ങ് പഠിച്ചു വെക്കുക, ആ സെന്റൻസ് അങ്ങ് പഠിച്ചു വെക്കുക. ഏത് കവിയുടെ ചോദിച്ചാലും ഈ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഉൻകാ ജന്മ നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ തന്നെ എഴുതുക. ആദ്യം എന്ത് ചെയ്യുക, പേര്, ദെൻ അതിനുശേഷം ജനനം,
ദെൻ എന്താണ് മേഖലകൾ ഏതൊക്കെയാണ്, അതുപോലെ രചനകൾ, അതുപോലെ അവാർഡുകൾ, ഈ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ രീതിയിൽ തന്നെ എന്ത് ചെയ്യാൽ മതി, എഴുതിയാൽ മതി. അടുത്ത നോക്കിക്കേ, ഉൻകാ ജന്മ 3 ഓഗസ്റ്റ് 1886 में हुआ അല്ലെ, എപ്പോഴാണ് എപ്പോഴാണ് ജനിച്ചതെന്നുള്ളത് നിങ്ങളുടെ ചോദ്യത്തിലുണ്ടാവും, അത് ഇതുപോലെ എഴുതാം. അതിനുശേഷം നോക്കിക്കേ, कवि, राजनेता, नाटककार, अनुवादक आदि समस्त साहित्य विधाओं पर उन्होंने अपना योगदान दिया അല്ലെ. അപ്പൊ ഈ രീതികളിലൊക്കെ അപ്പൊ അദ്ദേഹം ഏതൊക്കെ നിലയിൽ പ്രശസ്തനായിരുന്നു എന്നുള്ളത് നമ്മുടെ ചോദ്യത്തിലുണ്ട്. അത് എഴുതിയിട്ട് അതിന്റെ കൂടെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്താണ് ആദി സമസ്ത സാഹിത്യ വിധാओं पर उन्होंने अपना योगदान दिया എന്ന് എഴുതി കൊടുക്കാം. അടുത്ത നോക്കിക്കണ, യെസ്, പഞ്ചവടി, സാഗത്, യശോധര ആദ്യ ഉൻകെ പ്രസിദ്ധ രചനായം ഹേ. അപ്പൊ എന്താണ്, അദ്ദേഹത്തിന്റെ രചനകൾ തന്നിട്ടുണ്ടാവും, അതെന്ത് ചെയ്യാം, ഇതുപോലെ ചേർത്ത് എഴുതാം. അതിനുശേഷം ഹിന്ദുസ്ഥാനി അക്കാദമി പുരസ്കാർ, മംഗൾ പ്രസാദ് പുരസ്കാർ, പത്മഭൂഷൺ ആദി സേ വേ സമ്മാനിത് ഹുവേ. അദ്ദേഹത്തിന്റെ എന്ത് ചെയ്യുക, അവാർഡുകളും കാര്യങ്ങളൊക്കെ എഴുതാം. അതിനുശേഷം ഡിസംബർ 12, 1964 ഉൻകാ മൃത്യു ഹുയി. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് എന്ത് നിങ്ങൾ അനുച്ഛേദം എഴുതേണ്ടത്. ഇത്രയും മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അനുച്ഛേദത്തിൽ ശ്രദ്ധിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഈ ഫോർമാറ്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കാം. ഈ മാർക്കുകളൊക്കെ എന്ത് ചെയ്യുക, മുഴുവനായിട്ടും നിങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ലൈവും കാര്യങ്ങളൊന്നും മറക്കണ്ട, നമുക്ക് സെറ്റ് ആക്കണം, പബ്ലിക് എക്സാം എന്ത് ചെയ്യണം, അടിപൊളിയാക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.